ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഉമാ കണ്ണൻ വേൾഡ്. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ആവോലി വെച്ചിട്ട് പെപ്പർ ഫിഷ് കറിയാണ്. അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു ആവോലി കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ചെറിയ ഉള്ളി കുറച്ച് വേണം, വെളുത്തുള്ളി ഗാർലിക് കുറച്ച് വേണം, ഗ്രീൻ ചില്ലീസ് പച്ചമുളക് വേണം, പിന്നെ ഇഞ്ചി വേണം ഒരു ചെറിയ കഷ്ണം, പിന്നെ നമുക്ക് വേണ്ടത് കൊടംപുളി, കറിവേപ്പില, പിന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ്, പെപ്പർ. ഇത്രയുമാണ് നമുക്ക് വേണ്ടത്. നമുക്ക് ആദ്യം ഈ കൊടംപുളി മാറ്റി വെച്ചിട്ട് ബാക്കിയെല്ലാം നമുക്ക് നല്ലോണം ക്രഷ് ചെയ്ത് എടുത്തിട്ട് വരാം. നമ്മൾ പച്ചമുളക്, വെളുത്തുള്ളി, ഉള്ളി, ഇഞ്ചി എല്ലാം നല്ലോണം ക്രഷ് ചെയ്ത് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. കൊടംപുളി കുറച്ച് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ഒഴിച്ചിട്ട് ഇത് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. നമ്മൾ ഇന്ന് ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച എല്ലാ ഐറ്റംസും നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ക്രഷ് ചെയ്തതെല്ലാം ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. നല്ലോണം നമുക്കൊന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ അരപ്പിലേക്ക് നമ്മളിപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിനകത്തേക്ക് കുരുമുളക് നമ്മൾ 1 ടീസ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഉപ്പ് ആവശ്യത്തിനും ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി എടുത്തു വെച്ചിരിക്കുന്ന കൊടംപുളി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1.5 ഗ്ലാസ് വെള്ളവും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. 2 ഗ്ലാസ് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം. അപ്പം ഞാനിവിടെ 1.5 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് മീനെല്ലാം എടുത്ത് ഇതിലേക്ക് ഇടാം. ചൂടുവെള്ളമാണ് ആഡ് ചെയ്യേണ്ടത്. ഞാനിവിടെ ചൂടുവെള്ളമാണ് ആഡ് ചെയ്തേക്കുന്നത്. പച്ചവെള്ളം ഒട്ടും ആഡ് ചെയ്യരുത്. അപ്പോൾ കറിയുടെ ടേസ്റ്റ് തന്നെ മാറും. ഇതുണ്ട്, ജസ്റ്റ് നമുക്കിങ്ങനെ തിളച്ച് വരുന്ന ഒരു ഇതിലേക്ക് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മീനെല്ലാം എടുത്തിടാം. നമ്മൾ മീനെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. ഇതുണ്ടോ, ഇതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഹൈലൈറ്റ് ആയിട്ട് കാണേണ്ടത് പെപ്പറാണ്. പെപ്പറിൻ്റെ പൊടിയാണ് കൂടുതൽ വേണ്ടത്. പിന്നെ ഇത് നല്ലോണം കുക്ക് ചെയ്തെടുക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ പെപ്പർ ഫിഷ് കറി റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കുറച്ച് കോക്കനട്ട് ഓയിൽ, വെളിച്ചെണ്ണ ആഡ് ചെയ്യണം കേട്ടോ. നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇത് ഇറക്കി വയ്ക്കാം. നമ്മുടെ പെപ്പർ ഫിഷ് കറി റെഡി ആയിട്ടുണ്ട്. ആവോലി മീൻ വെച്ചിട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഈസിയാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്. കണ്ടോ, നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ് ഇതിന് ഉള്ളത്. നമ്മുടെ ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയും കൂടിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഈസിയാണ്. നമുക്ക് ഇതിനകത്ത് തേങ്ങാപ്പാലോ തേങ്ങ അരയ്ക്കേണ്ടതോ ഒരു ആവശ്യമില്ല. ആ എടുത്തു വെച്ചിരിക്കുന്ന ഐറ്റംസ് മാത്രം മതി. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്കൊരു കുക്കിംഗ് ടൈം എന്ന് പറയുന്നത് 10 to 12 മിനിറ്റ്സ് ആണ് വന്നിരിക്കുന്നത്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയുക. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. താങ്ക് യു ഫ്രണ്ട്സ്.